എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് കരുതുന്നു. കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയാം. 3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ. കുറച്ച് മുൻപ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അത് കുറേ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് കാണാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത് എന്നൊക്കെ. എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ വിട്ടുപോയി. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു മരണമായിരുന്നു. അസുഖം എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കാൽമുട്ടിന് തേയ്മാനം വന്നിട്ട് അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലൊക്കെ ആയിരുന്നു. ഏകദേശമൊക്കെ റെഡിയായി വന്ന ആ ഒരു സമയത്ത് ഉമ്മാക്കൊരു പനി വന്നു. ആ ഒരു പനിയാണ് കാരണം, വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഇപ്പോഴും ഈ ഒരു നിമിഷത്തിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്നത്തെ ആ ഒരു ദിവസമൊക്കെ ഓർക്കുമ്പോൾ ശരീരവും മനസ്സൊക്കെ തളർന്നു പോവുകയാണ്. ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ മനസ്സ് ഇപ്പോഴും പാകമായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണല്ലേ. ഞാനങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അവരൊക്കെ ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു പോവുകയാണ്. പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി വേറെയും ജീവിതങ്ങളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെല്ലാം ക്ഷമിച്ചല്ലേ പറ്റൂ. ഈ ഒരു ജന്മം മുഴുവനും ഒരു തീരാവേദന തന്നെയാണ്. മറക്കാനായിട്ട് പറ്റുന്നേ ഇല്ല, ഒരു നിമിഷം പോലും ഓർക്കാത്തതായിട്ടില്ല കേട്ടോ. ഓഗസ്റ്റ് 18-നാണ് ഉമ്മ മരിക്കുന്നത്. ഉമ്മാക്ക് തീരെ വയ്യ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൺ കോള്. ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെ എൻ്റെ ഉമ്മാക്കൊന്നും സംഭവിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട ആ രംഗങ്ങളൊന്നും എനിക്ക് ഓർക്കാനേ വയ്യ. തലേദിവസം കൂടെ ഫോൺ വിളിച്ച് ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തതായിരുന്നു. ഒരുപാട് പ്രായമായിട്ടോ അതല്ലെങ്കിൽ കുറേ നാൾ രോഗക്കിടക്കയിൽ കിടന്നിട്ടൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കായിരുന്നു എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും. ഞാൻ യൂട്യൂബിൽ വരാൻ തന്നെ കാരണം ഉമ്മയാണ്. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഉമ്മയായിരുന്നു. പഴയ നാടൻ റെസിപ്പികളൊക്കെ ഒരുപാട് പറഞ്ഞു തരുമായിരുന്നു. ഇതിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നും രാവിലെ വിളിക്കും, ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ ഒരു ഫോൺ വിളിയാണ്. ഉമ്മ വിളിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ മനസ്സ് എന്തോ വല്ലാത്തൊരു വിഷമമാണ്.
ബസ് വരും. രാവിലെ മോളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവൾ സ്കൂളിലേക്ക് അധികം ചോറ് കൊണ്ടുപോകാറില്ല കേട്ടോ. രാവിലെ എന്താണ് ചായക്ക് കടി ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. കുറേ നാൾ വീഡിയോ ഇടാതിരുന്നിട്ട് നമ്മളെ ഓർക്കാനും അന്വേഷിക്കാനൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഉമ്മ പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ഇനി എനിക്ക് ഒന്നിനും കഴിയില്ലാന്ന്, യൂട്യൂബിൽ വരാനും വീഡിയോ ഇടാനും അങ്ങനെ ഒന്നിനും കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. അത്രയ്ക്ക് മനസ്സ് തളർന്നു പോയിരുന്നു. ഫോൺ കോൾ വഴിയും കമൻറ്റിലൂടെയും ഒക്കെ ഒരുപാട് കൂട്ടുകാർ തന്ന മോട്ടിവേഷൻ, അതുപോലെ തന്നെ എൻ്റെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. എത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും വ്യൂസൊന്നും ഇല്ലാതിരുന്ന സമയത്തും ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്തൊക്കെ വീഡിയോ ഒന്നും ഇടാതിരിക്കല്ലേ, വ്യൂസൊക്കെ താനെ വന്നോളും എന്നൊക്കെ ഉമ്മ പറയായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു ഉമ്മക്ക്. എന്നെ ഓർത്ത് എന്നെ വിളിച്ച് സമാധാനിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. മനസ്സിന് വല്ലാത്ത വിഷമം വരുന്ന സമയത്ത് ഈ ജനലിലൂടെയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ച് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചോറിനുള്ള വെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. കറി രാവിലത്തെ മീൻ കറി ഉണ്ട്, പിന്നെ തോരനായിട്ട് ചേനത്തോരനൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ചോറൊക്കെ വെന്തത് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് തന്നെ തോരന് വേണ്ടിയിട്ടുള്ള ചേന വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. തോരൻ വേവുന്ന ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചുകൂടെ എടുക്കണം.
ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. പപ്പടം പൊരിച്ച ആ എണ്ണയിലേക്ക് തന്നെ തോരൻ കൂടെ ഒന്ന് വറവിട്ടെടുക്കാമെന്ന് കരുതി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കൊന്നും എൻ്റെ ഉമ്മ എൻ്റെ കൂടെയില്ല. കൂട്ടുകാരുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ആഗ്രഹം വെളിച്ചമാവാൻ, ഉമ്മാക്ക് സ്വർഗം ലഭിക്കാൻ എല്ലാ കൂട്ടുകാരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.